നമസ്കാരം. ഇപ്പോഴത്തെ പോക്ക് നോക്കിയാൽ അടുത്ത തവണ UDF ആയിരിക്കും അധികാരത്തിൽ വരുന്നത്. കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയൻ നടത്തിയത് ഷിബി ചക്രവർത്തിയെ അനുസ്മരിപ്പിക്കുന്ന ഭരണമായതുകൊണ്ട് ഇനി കുറച്ച് തക്കിട തരികിട ഭരണമായിക്കോട്ടെ എന്നാകും മലയാളികൾ കരുതുന്നത്. കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത കാലം ആളുകൾ മറന്നുപോയി. മദ്യവും മയക്കുമരുന്നും അഴിമതിയും സ്വജനപക്ഷപാതവുമൊക്കെ കഥകളിൽ വായിച്ചറിഞ്ഞതുപോലെയാണ് ഇപ്പോൾ മലയാളികൾക്ക്. അതെന്തോ ആയിക്കോട്ടെ, ഇനി വരുന്നത് UDF ആയിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ UDFനെ കാത്തിരിക്കുന്നത് അതിഭീകരമായ ദുരന്തങ്ങളാണ്. കഴിഞ്ഞ 9.5 കൊല്ലത്തെ ഭരണം കേരളത്തെ എവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. 2016 പിണറായി വിജയൻ അധികാരമേറ്റെടുക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുകടം 1,57,370 കോടി രൂപയായിരുന്നു. എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ പൊതുകടം ഇക്കൊല്ലത്തെ കടമെടുപ്പ് കൂടി പൂർത്തിയാകുമ്പോൾ 6 കോടിയിലേക്ക് എത്തും. 2025 ജനുവരിയിൽ ഇത് 4,22,000 കോടിയായിരുന്നു എന്നുകൂടി അറിയണം. ഇപ്പോഴത്തെ പൊതുവികാരമനുസരിച്ച് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാലും ഇടതുപക്ഷത്തിൻ്റെ പെട്ടിയിലേക്ക് വോട്ട് വീഴില്ല. ഒരു മാറ്റം കേരളത്തിലെ ഇടതുപക്ഷക്കാരായ സാധാരണക്കാരടക്കം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരേ കക്ഷിക്ക് 2 തവണ തുടർഭരണം കിട്ടിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് നന്നായി അനുഭവിച്ച് ഷീട്ടും വാങ്ങിയിരിക്കുന്ന വോട്ടർമാരുടെ മുന്നിലേക്ക് വോട്ടും ചോദിച്ചു ചെന്നാൽ ചൂടുവെള്ളം എടുത്തവർ മോന്തയ്ക്കൊഴിക്കും. കാജാബീഡിയുടെ പരസ്യത്തിൽ തലപ്പാക്കെട്ടും കെട്ടിയിരിക്കുന്ന ഒരു രാജാപ്പാട്ടിൻ്റെ പടമുണ്ട്. ആ പടം കണ്ടാണ് കാജാബീഡി വലിക്കുന്നവരിൽ പലരും ബീഡി വാങ്ങുന്നത്. കിങ് ബീഡിയോ, മ്യാൻമാർക്ക് ബീഡിയോ, അരസൻ ബീഡിയോ വലിച്ചാലൊന്നും അവർക്ക് തൃപ്തിയാകില്ല. അവർക്ക് പച്ച തലപ്പാക്കെട്ടും കെട്ടിയിരിക്കുന്ന രാജാപ്പാട്ടിൻ്റെ പടമുള്ള കാജാബീഡി തന്നെ വേണം. അതുപോലെ പിണറായി വിജയന്റെ പടം കാണിച്ചാണ് ഇടതുപക്ഷം ഇതുവരെ വോട്ട് പിടിച്ചിരുന്നത്. ഇനി ആ പടം കാണിച്ചാൽ വോട്ട് ചെയ്യണമെന്ന് കരുതി വരുന്ന അന്തം കമ്മികൾ പോലും താമരയ്ക്കോ കൈപ്പത്തിക്കോ കുത്തും, അല്ലെങ്കിൽ നോട്ടയ്ക്ക് കുത്തും. അതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞു വന്നതിനെക്കുറിച്ച് പറയാം. പറഞ്ഞു വന്നത് അടുത്ത തവണ UDF അധികാരത്തിൽ വന്നാൽ അവരെ കാത്തിരിക്കുന്ന നരക യാതനകളെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ പൊതുകടം 6 ലക്ഷം കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. വായ്പ എടുത്ത ഇടത്തൊക്കെ തിരിച്ചടയ്ക്കണം. ഇക്കഴിഞ്ഞ 9.5 കൊല്ലം പിണറായി സർക്കാർ ധൂർത്തടിച്ച പണം ജനങ്ങളിൽ നിന്ന് പല കാരണങ്ങൾ പറഞ്ഞ് പിടിച്ചു പറിക്കുന്ന നികുതിപ്പണവും പിഴപ്പണവും മാത്രമായിരുന്നില്ല. കേന്ദ്രത്തിൽ നിന്നുൾപ്പെടെ കടമെടുത്താണ് ഓരോ മാസവും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുത്തിരുന്നത്. സർക്കാർ അന്ത്യശ്വാസം വലിക്കാൻ കഷ്ടിച്ച് ഇനി 6 മാസം ഉള്ളപ്പോൾ പോലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് 200 കോടി രൂപ വായ്പ ചോദിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. പക്ഷേ ധൂർത്തിന് യാതൊരു കുറവുമില്ല. 10 കോടി മുടക്കി ലോക കേരള സഭ നടത്തുന്നു. 1 കോടി 10 ലക്ഷം രൂപ മുടക്കി മുഖ്യമന്ത്രിക്ക് പുതിയ കാറുകൾ വാങ്ങുന്നു. സത്യം പറഞ്ഞാൽ ഇനി പിണറായി സർക്കാർ കടം വാങ്ങാൻ ഒട്ടൻ ഛത്രത്തിൽ നിന്ന് ആഴ്ചപ്പിരിവിന് വന്നിരുന്ന പൂതലിംഗ അണ്ണാച്ചി മാത്രമേ ഉള്ളൂ. സർക്കാർ കടം ചോദിക്കുമെന്ന് പേടിച്ച് അയാൾ പോലും ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ ഇക്കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് കിട്ടാവുന്നിടത്തു നിന്നെല്ലാം പിണറായി സർക്കാർ കടം വാങ്ങിയ ശതകോടികൾ തിരിച്ചടയ്ക്കേണ്ടത് അടുത്തു വരുന്ന UDF സർക്കാർ ആയിരിക്കും. എവിടെ നിന്ന് എടുത്തിട്ട് അടയ്ക്കും? പൊതുഖജനാവ് പൂച്ച നക്കിയ മീൻചട്ടി പോലെ മെഴുമെഴ എന്നുള്ള അവസ്ഥയിലാണ്. ജനങ്ങളെ പിഴിയാൻ പറ്റില്ല. കാരണം വെള്ളക്കരവും ഭൂനികുതിയും കെട്ടിട നികുതിയും വൈദ്യുതി ചാർജും അടക്കം പരമാവധി വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. വാഹനങ്ങളിൽ നിന്ന് പല കാരണങ്ങൾ പറഞ്ഞ് പിഴ പിടിച്ചു പറിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് ഒന്നുമാകില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് കുറേ പ്രഖ്യാപനങ്ങൾ നടത്തി. ക്ഷേമ പെൻഷൻ 1,600 രൂപയിൽ നിന്ന് 2,000 രൂപയായി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് അതിലൊന്ന്. ഈ 1,600 രൂപ തന്നെ പലതവണ കുടിശ്ശികയായിരുന്നു. ഇപ്പോഴും കുടിശ്ശികയുണ്ട്. ആശാ വർക്കർമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചു. പിന്നെ ട്രാൻസ് വുമൺ അടക്കമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ, അങ്കണവാടി ആയമാരുടെ ശമ്പളത്തിൽ 1000 രൂപയുടെ വർധനവ്, നെല്ലിൻ്റെ സംഭരണ വിലയിൽ 30 രൂപ വർധനവ്. ഇതൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു. ഇനി സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടത്താൻ പോകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉടനെ വരും. ഇതിൻ്റെ എല്ലാം ഭാരം UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ അവരുടെ തലയിലായിരിക്കും. മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുന്നതിൻ്റെ പിറ്റേന്ന് മുതൽ ചെങ്കോണകവും പൊക്കിപ്പിടിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അന്തം കമ്മികളെത്തും. ഒരു ദിവസം പോയിട്ട് 1 മണിക്കൂർ പോലും മനസമാധാനമായിട്ട് ഭരിക്കാൻ ഇവന്മാർ സമ്മതിക്കില്ല. ഞങ്ങളുടെ പിണറായി സഖാവ് പ്രഖ്യാപിച്ചതല്ലേ, ഞങ്ങളുടെ സർക്കാർ പെൻഷൻ കൂട്ടിയില്ലേ, ഞങ്ങൾ അത് ചെയ്തില്ലേ, ഞങ്ങൾ ഇത് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞായിരിക്കും സമരം. പൊതുജനങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കില്ല. പരമാവധി ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ ബാധ്യത മുഴുവൻ തിരിച്ചടയ്ക്കേണ്ടത് ഇനി വരുന്ന സർക്കാരാണ്. കേന്ദ്രത്തിൽ നിന്ന് എടുക്കുന്ന കടത്തിന് പരിധിയുണ്ട്. അതുകൊണ്ട് ഒന്നുമാകില്ല. ഹെലികോപ്റ്ററിന് മാത്രം കൊടുക്കണം മാസം 85 ലക്ഷം രൂപ. സർക്കാർ ജീവനക്കാർക്ക് 1 മാസത്തെ ശമ്പളത്തിനു മാത്രം വേണം 5000 കോടി രൂപ. ട്രഷറിയിൽ 10 പൈസയില്ല. പിണറായി സർക്കാരിൻ്റെ കാലത്ത് ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങി. ആശുപത്രികളിൽ ആവശ്യത്തിന് ശസ്ത്രക്രിയാ ഉപകരണങ്ങളോ മരുന്നുകളോ ഇല്ല. ഇതിനെല്ലാം കൂടി അടുത്തു വരുന്ന സർക്കാർ എവിടെ പോകും?
എവിടെ നിന്ന് പണം കണ്ടെത്തും? ഇനി കഷ്ടകാലത്തിന് ഇടതുപക്ഷം തന്നെ വന്നു എന്നിരിക്കട്ടെ, അധികാരം ഏറ്റെടുക്കുന്ന നിമിഷം മുതൽ ഇവന്മാരുടെ തനി സ്വരൂപം വീണ്ടും പുറത്തെടുക്കും. ഈ 10 കൊല്ലം കൊണ്ട് കഴിയാത്തത് ഇനി ഇവന്മാർ എങ്ങനെ ചെയ്യുമെന്നാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ജീവിക്കാൻ പേടിയാണ്. എങ്ങനെ മുന്നോട്ട് പോകും? എന്തായാലും ഒരു 6 മാസം കൂടി സഹിക്കുകയേ വഴിയുള്ളൂ. അത് കഴിഞ്ഞ് UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ രമേശ് ചെന്നിത്തലയെയോ കെ സുധാകരനെയോ പോലെയുള്ള ഒരു ആഭ്യന്തര മന്ത്രി വേണം. സമരമെന്നും പ്രതിഷേധമെന്നും പറഞ്ഞ് ജനങ്ങളുടെ സ്വൈര്യം കെടുത്താൻ റോഡിൽ ഇറങ്ങിയാൽ അടിച്ച് മുട്ടുകാലൊടിക്കാൻ പോലീസുകാർക്ക് കഴിയണം. അവർക്കതിൻ്റെ ധൈര്യം ഉണ്ടാകണം. നവകേരള സർക്കിട്ടിലടക്കം യൂത്തന്മാർക്ക് ഫേഷായി കിട്ടിയതല്ലേ, അതിൻ്റെ ചൊരുക്ക് തീർക്കുക തന്നെ വേണം. എന്തായാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ ഇടതു വന്നാലും വലതു വന്നാലും വോട്ട് കുത്തൽ, നികുതി ഒടുക്കൽ, പിഴയൊടുക്കൽ യന്ത്രങ്ങളായ എന്നെയും നിങ്ങളെയും പോലെയുള്ളവർക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. പണിയെടുത്താലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. പക്ഷേ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ ഇടതുപക്ഷം വരുന്നതിനേക്കാൾ 100 മടങ്ങ് ഭേദം വലതുപക്ഷം വരുന്നതാണ്.